ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ദുബായ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ദുബായിലെ ഫേമസ് ആയിട്ടുള്ള ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആക്ച്വലി നമ്മൾ ഇന്ന് ഡേ 1 തന്നെയാണ് കേട്ടോ. നമ്മൾ റൂമിൽ പോയി ചെക്കിനൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ടൈമിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ്സൊക്കെ ഓൾറെഡി നമ്മുടെ പാക്കേജ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ളിൽ ചെന്നിട്ട് കാണാം. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതുപോലെ ആക്ച്വലി 3 എൻട്രൻസ് ഉണ്ട്. 3 എൻട്രൻസ് അല്ല, 3 ഫ്രണ്ട് സെക്ഷൻ ഉണ്ട്. അപ്പം ഇതിലാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ ടിക്കറ്റ്സൊക്കെ കാണിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആണ് നമുക്ക് ടിക്കറ്റ് കാണിക്കേണ്ടത്. നമ്മുടെ ഓൾറെഡി ടിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ്സ് കാണിച്ചകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് എന്തോ ഒരു കൂപ്പൺ കിട്ടി. ഇവിടെ നടക്കുന്ന എന്തോ ഒരു ഷോയുടെ എന്തോ ഒരു നറുക്കെടുപ്പ് കൂപ്പൺ അങ്ങനെ എന്തോ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കയറുമ്പോൾ തൊട്ട് ഓരോ സൈഡുകളിലും ഓരോ കൺട്രിയുടെ സ്റ്റാളുകളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു സ്റ്റോൾ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറുമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി നമ്മുടെ തായ്ലാൻഡിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ സെയിം കൈൻഡ് ഓഫ് സ്റ്റോളാണ്. അപ്പം തായ്ലാൻഡിൻ്റെ സ്റ്റോൾ വേറെയുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതായത് വാട്ടറിന് മുകളിൽ കുറേ ബോട്ട്സ് ആയിട്ട് അങ്ങനെയാണല്ലോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഓരോരോ ബോട്ടിൽ ഓരോരോ സ്റ്റോളായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ കാണുന്നതാണ് ബ്ലൂ കളർ വാട്ടർ. ഇതാണ് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മോഡലിലെ വാട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഒരുപാട് സ്റ്റോളും. അപ്പം ഇവിടെ മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് ആണ് കിട്ടുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഫുഡൊന്നും ട്രൈ ചെയ്തില്ല, ജസ്റ്റ് കയറി നടന്നേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 സ്റ്റോളുണ്ട്. അപ്പം സംഭവം കൊള്ളായിരുന്നു എന്തായാലും. നമ്മൾ ആക്ച്വലി പോകുന്ന വഴിക്കൊരു ഇന്ത്യൻ ധാബ കണ്ടേ. ഇത് ആക്ച്വലി ഇന്ത്യൻ സ്റ്റോളൊന്നും അല്ല, ഒരു ഇന്ത്യൻ ധാബ കണ്ടത്. അപ്പം ഞാൻ ഓർത്ത് ഒരുപാട് ഇന്ത്യക്കാരുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം ഇവിടെ പെട്ടെന്നൊരു ധാബ കണ്ടത്. ആൾക്കാരൊക്കെ ഒരുപാട് പേര് കയറി കഴിക്കുന്നുള്ളതുകൊണ്ടേ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഇന്ന് നമ്മൾ രാവിലെ വന്നേ ഉള്ളൂ. എന്നാൽ പോലും വന്നിട്ട് ആക്ച്വലി ഇവിടെ സ്ഥലത്ത് എല്ലാ സ്ഥലങ്ങളിലാണേലും നമുക്ക് അതിൻ്റേതായ ഒരു ഫ്രീഡം ഉണ്ട്. എന്ത് രാവിലെ പള്ളി പോയത് നോക്കണ്ട, ബാക്കി എല്ലാ നോക്കുവാണേലും കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡം ഉണ്ട്. മാത്രമല്ല ക്ലീൻ, എല്ലാം പക്ക ക്ലീൻ എന്ന് വെച്ചാൽ പക്ക ക്ലീനാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി, ഇവിടെ ഇന്ന് വന്നതിൽ എനിക്ക് ഏറ്റവും വർത്തായിട്ട് തോന്നിയത് ആക്ച്വലി ഇന്ന് നമ്മൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല, പക്ഷേ നല്ല ടയേർഡാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനുണ്ടല്ലോ ഈ ചൂടൊക്കെ മാറി ഈവനിങ് ആയി, അതിൻ്റെ ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഇവിടെ വരുമ്പം നമുക്ക് ടയേർഡാകാൻ തോന്നുന്നതേ ഇല്ല. കാര്യം ഒരു ആംബിയൻസും ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും. എനിവേ അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണെങ്കിലും. ഇപ്പോൾ ഇത് ഒരു വർത്ത് പ്ലേസാണ്, നിങ്ങൾക്ക് ഒരു ഈവനിങ് വരാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ എന്ത് പറയും, നമ്മൾ എന്തെങ്കിലും മാർക്കറ്റിലൊക്കെ പോവില്ലേ ഈ ചില്ല് ചെയ്യാൻ, ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ. അതുപോലെ ഇവിടെ ദുബായിൽ വരുമ്പം പറ്റിയൊരു സ്പോട്ടാണ് ഇത്. ഇത് ഇയർലി 2 മാസമേ ഉള്ളൂ, നവംബർ ഡിസംബർ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും വരുമ്പോൾ നിങ്ങൾ ആ ഒരു മന്ത് നോക്കി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല രസമായിരിക്കും. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ രണ്ട് കൺട്രിയുടെ സ്റ്റോളിൽ കയറി. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇങ്ങനെ ചുമ്മാ നടക്കാൻ വലിയ പ്രശ്നമില്ല. ഒരുപാട് പല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് താനും. അപ്പം ഇവിടെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് എല്ലാ ഏരിയയിൽ നിന്നും. അപ്പം നിങ്ങൾ വരാൻ നോക്കുക മാക്സിമം. ഇവിടെ ഈ ഒരു ടൈമിൽ ദുബായൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ടൈമിൽ വരാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ചൈനയുടെ സ്റ്റോളിലേക്ക് കയറുവാണ്. ഇതാണ് ചൈനയുടെ സ്റ്റോൾ. ഇപ്പം ചൈനയിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് സച്ചോണ്ണം പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ നമുക്ക് പോയി നോക്കാം എന്താ കഴിക്കാൻ കിട്ടുന്നതെന്ന് എന്ന് പറഞ്ഞാണ് അവന്മാർ പോകുന്നത്. ചൈനയിലൊരു വഴക്കയില്ലായിരുന്നു, അവന്മാർ കയറിയതാ. പക്ഷേ സ്റ്റോളൊക്കെ കൊള്ളാം കേട്ടോ. അത്യാവശ്യം ചൈനീസ് പ്രോഡക്ട്സ് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി അടുത്ത സ്റ്റോളിലേക്ക് പോകാം. അവിടെ ഒരുപാട് കൺട്രി ഉണ്ടല്ലോ. അടുത്ത കൺട്രി ഏതായാലും നോക്കാം. ഇന്ത്യയിലൊന്ന് കയറണമെന്നുണ്ട്. ഇന്ത്യയാണ് നമ്മൾ തപ്പുന്നത്. പാകിസ്ഥാനുണ്ട്. എടാ ഇന്ത്യ ഇതേണ്ടാ, അവിടെ പോവാം.
ഇന്ത്യ. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ സ്റ്റോളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇന്ത്യയുടെ സ്റ്റോൾ ആ കാണുന്നതാണ്. അപ്പം ഇവിടെ ഇറാൻ്റെ സ്റ്റോളിൽ കയറിയൊന്നുമില്ല. സംഭവം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വർത്താണ് കേട്ടോ ഇവിടെ വരുന്നത്. കൊടുക്കുന്ന പൈസയ്ക്ക് ഭയങ്കര വർത്താണ്. കാര്യം നമുക്ക് എല്ലാ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക സാധനങ്ങളും സ്റ്റോളുകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാൻ. എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ. ഇന്ത്യ നമ്മുടെ ബാഹുബലി ടൈപ്പ് സാധനമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നോക്കട്ടെ എന്തെന്ന്. നമുക്ക് എന്തായാലും ഇന്ത്യയുടെ സ്റ്റോളിലൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഇന്ത്യയുടെ സ്റ്റോളിൽ കയറിയിരിക്കുന്ന മോശമല്ലേ. ഈ ആന തന്നെ ഒരു കിടില സാധനം കേട്ടോ. കയറുമ്പോൾ തന്നെ ഇവിടെ ഇന്ത്യയുടെ ടൈപ്പ് സാധനങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതെന്തായിട്ട് ഡോളേഴ്സ് എന്ന് വെച്ചാൽ എന്താണാവോ അറിയില്ല. ഓക്കെ, ഇങ്ങനെ ചെരുപ്പും ബാഗും കാര്യങ്ങളൊക്കെയാണേ. ഓക്കെ, പഞ്ചാബി. ഇവിടെ നമ്മുടെ നാട്ടിലെ സമൂസ ഐറ്റംസ് കാര്യങ്ങളൊക്കെ. ഇത് എന്തോ സുഷാഗർ ഷർക്രാഫ്റ്റ് ലക്ഷറി പരിമ മഹൽ. അതായത് നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഇല്ലേ, പാനിപൂരി. ഇതുണ്ടോ ഒരു ധാബ ഇവിടെ. സമൂസ, പാനിപൂരി, പിന്നെ കാശ്മീരി ടൈപ്പ് എന്താ പറയുക ഷോളുകൾ. അതിൻ്റെ സ്റ്റോളൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഊത് മീൻസ് മറ്റേ പെർഫ്യൂം ഇല്ലേ, ആ ടൈപ്പ് സാധനം. അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള ഇതായിട്ട് നമ്മുടെ മറ്റേ ഏതൊക്കെ ഏലക്ക അതുകൂടി സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. തുണികൾ പലതരം. അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോളുള്ളത്. നമ്മുടെ നാട്ടിലെ കമ്മൽ 10 ദിർഹംസ്. 10 ദിർഹം എന്ന് പറയുമ്പോഴത്തേനും ഒരു ദിർഹം 24 രൂപയാണ് ഇന്ത്യൻ റുപ്പി. അപ്പോൾ 10 ദിർഹം എന്ന് പറയുന്നത് 240 രൂപ. എൻ്റെ പൊന്നോ, നമ്മളോട് 10 രൂപയ്ക്ക് വിൽക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഇനിവേ ഉണ്ടോ കാശ്മീരി ഷോൾ ജ്വല്ലറി. പിന്നെ ഇത് എത്നിക് കളക്ഷൻസ് എന്തൊക്കെയോ ഐറ്റംസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോള്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് തോളിലൊക്കെ അല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫുള്ള് മറ്റേ ഇതുണ്ടോ ട്രോളി വണ്ടി. അവിടെ ഇവിടെ ഇതോ അവിടെ ട്രോളി വണ്ടിയാണ്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല ഇതിൻ്റെ നീളം കാരണം. നടന്നു വരുമ്പോൾ തട്ടുമൊക്കെ ചെയ്യും. ചെറിയ പിള്ളേർ മാത്രമല്ല, കുറച്ച് ഒരു 6-7-8 വയസ്സുള്ള പിള്ളേരെയൊക്കെ അതിൻ്റെ അകത്താണ് കൊണ്ടിരുന്നത്. അപ്പം അത് ഇതിൽ ഈസി ആയിട്ട് യൂസ് ചെയ്തുണ്ടാക്കി. ഇവിടെ അല്ല, എല്ലായിടത്തും. ഞാൻ ഇവിടെ ഒരുപാട് കണ്ടപ്പോൾ പറഞ്ഞതാണ് എല്ലായിടത്തും അങ്ങനെയാണ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചോട്ടോ, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോളിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ അവിടെ നാട്ടിലേക്കുള്ള പോലത്തെ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി. അതിനുള്ളിൽ കൂടുതലും നമ്മുടെ ലോക്കൽ ഫുഡ് ഐറ്റംസ്, സമൂസ, അങ്ങനത്തെ ചായ, അതുകൂടി സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണുള്ളത്. കൊള്ളാം എന്തായാലും. ഇന്ത്യൻ എന്താ പറയുക, ഇന്ത്യയുടെ ആ സംഭവം കറക്റ്റായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രീതിയിലും കുറച്ചിട്ടില്ല. പക്ഷേ റേറ്റ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. നമ്മുടെ അവിടുത്തെ പോലത്തെ 10 രൂപയ്ക്ക് ചായ 12 രൂപ ആ ഒരു പരിപാടിയല്ല ഇവിടെ. ഡബിൾ ട്രിപ്പിളൊക്കെ റേഞ്ചാണ് വരുന്നത്. പക്ഷെ അതങ്ങനെ വേണമായിരിക്കുമല്ലോ, ദുബായിൽ അങ്ങനെയാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ഒരുപാട് പേരുണ്ട്. പിന്നെ മലയാളീസ്, എസ്പെഷ്യലി മലയാളീസ് കുറേ പേരുണ്ട്. നമ്മൾ എവിടെ പോയാലും സംസാരം ശ്രദ്ധിച്ചാൽ അറിയാം മലയാളം സംസാരിക്കുന്നതാണ്. അതേപോലെ ഇന്ത്യക്കാരുടെ ഹിന്ദി ഇവിടുത്തെ ഒരു ലോക്കൽ ലാംഗ്വേജ് പോലെയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഹിന്ദി അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹിന്ദി അറിയാം. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്.
നമ്മളപ്പം ഗ്ലോബൽ വില്ലേജൊക്കെ കണ്ട് ഇറങ്ങി ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി. അപ്പം അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പോയി ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് ഷോപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാക്സിമം പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു. ഒരു 2.5 hours നമ്മളുണ്ടായിരുന്നു. എന്നാലും തീരുമില്ല. പക്ഷേ എനിവേ നമ്മളവിടെ പോയി വന്നു. എന്നിട്ട് നേരെ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് എടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ നോർമൽ ഇന്ത്യൻ ഫുഡാണ് കഴിച്ചത്, കേരള ഫുഡാണ് കഴിച്ചത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പം എന്നിട്ട് നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും കഴിഞ്ഞ് എല്ലാം വന്ന് കിടന്നുറങ്ങിയായി. പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.